Hello guys, welcome back to Peak Time Learners. ഈ വീഡിയോയിൽ മൊഡ്യൂൾ 3 അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമിലുള്ള മൊഡ്യൂൾ 3യുടെ ബാക്കി ടോപ്പിക്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു പാർട്ട് അപ്ലോഡ് ചെയ്തു. ഇത് സെക്കൻഡ് പാർട്ടാണ് ആൻഡ് ഇതാണ് മൊഡ്യൂൾ 3ൻ്റെ ഫൈനൽ പാർട്ട്. അപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺകറൻസി കൺട്രോൾ ഇൻ ഡേറ്റാബേസസ് ആണ്. നമ്മൾ കൺകറൻസി പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അൺകമ്മിറ്റഡ് ഡേറ്റ, ഡേർട്ടി റീഡ്, അൺറിപ്പീറ്റബിൾ ഡേറ്റ, അങ്ങനെ കുറച്ച് കൺകറൻസി പ്രോബ്ലംസ് ഒക്കെ പഠിച്ചു. അപ്പോൾ അതെല്ലാം എങ്ങനെ സോൾവ് ചെയ്യാം, കൺകറൻസി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ കൺകറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഐസൊലേഷൻ പ്രോപ്പർട്ടി നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് പാടായിരിക്കും. സോ ഈ ഒരു പ്രോപ്പർട്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻസിൻ്റെ ഇൻറ്ററാക്ഷൻസ് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് കൺകറൻസി കൺട്രോൾ സ്കീംസ്. അപ്പോൾ കൺകറൻസി കൺട്രോൾ നമ്മൾ DBMSൽ വേരിയസ് മെത്തേഡ്സ് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് ലോക്കിംഗ് മെത്തേഡ്സ്, സെക്കൻഡ് വൺ ടൈം സ്റ്റാമ്പ് മെത്തേഡ്സ് ആൻഡ് തേർഡ് വൺ ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ്. ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോക്കിംഗ് മെത്തേഡും ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡും പിന്നെ ലാസ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡും കൂടി നോക്കാം. സോ ഈ ലോഗ് ബേസ്ഡ് പ്രോട്ടോക്കോളിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് കൺകറൻ്റ്ലി എക്സിക്യൂട്ട് ആവത്തില്ലേ, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ ഓബ്ജക്ട്സ്, അത് ഏത് ഡേറ്റ ഓബ്ജക്ട്സിനെയാണോ ആക്സസ് ചെയ്യുന്നത് അതിനെ ലോക്ക് ചെയ്ത് വെക്കും. ആൻഡ് ലോക്ക് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാം. ആൻഡ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കും. അൺലോക്ക് ചെയ്തതിന് ശേഷം വേറെ ട്രാൻസാക്ഷൻസിന് ആ ഒരു ഡേറ്റ ഓബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു ഐഡിയ. ഇനി ലോക്സ് നമുക്ക് രണ്ട് ടൈപ്പ് ലോക്സ് ആണ് ഉള്ളത്. ലോക്സ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഷെയർഡ് ലോക്സ്, സെക്കൻഡ് വൺ എക്സ്ക്ലൂസീവ് ലോക്സ്. ഈ ഷെയർഡ് ലോക്സിലാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഒരു ഒബ്ജക്റ്റിൽ ഒരു ലോക്ക് ഉണ്ടാക്കിയെന്ന് വയ്ക്കാം. ഷെയർഡ് ലോക്ക് നമ്മൾ ലോക്ക് ഓഫ് എസ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ഐറ്റത്തിന് ലോക്ക് ഇട്ടു, ആ ലോക്ക് ഇട്ടത് ഷെയർഡ് മോഡിലാണ് നമ്മൾ ലോക്ക് ഇട്ടതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷന് ആ ഒരു ഐറ്റം റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഷെയർഡ് ലോക്ക്. ഷെയർഡ് ലോക്കിൽ നമ്മൾ ലോക്ക് ഇട്ടാലും അതിന് റീഡ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പോൾ ട്രാൻസാക്ഷൻ TA ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്തു എന്ന് വയ്ക്കാം ഇൻ ഷെയർഡ് ലോക്ക്. ആൻഡ് ട്രാൻസാക്ഷൻ TJയും സെയിം ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്തു ഇൻ ഷെയർഡ് ലോക്ക്. ഷെയർഡ് ലോക്ക് ആണെങ്കിൽ രണ്ട് ട്രാൻസാക്ഷനും ഒരു ഡേറ്റ ഐറ്റത്തിനെ ലോക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിൽ നമുക്ക് റൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഓൺലി റീഡ് ഓപ്പറേഷൻസ്. അതുകൊണ്ട് കുറേ ട്രാൻസാക്ഷൻസിന് സെയിം ഡേറ്റ ഒബ്ജക്റ്റ് തന്നെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. ആൻഡ് ഇതിനെ നമ്മൾ ലോക്ക് SQ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയുള്ളതാണ് എക്സ്ക്ലൂസീവ് മോഡ്. ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് മോഡിൽ ഇപ്പോൾ TI ട്രാൻസാക്ഷൻ I ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്തു എന്ന് വയ്ക്കാം. ലൈക്ക് എക്സ്ക്ലൂസീവ് മോഡിൽ ലോക്ക് ചെയ്തു എന്ന് വയ്ക്കാം. ഇനി ഇത് ലോക്ക് ചെയ്തതുകൊണ്ട് വേറെ ട്രാൻസാക്ഷൻസിന് ഈ എക്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അൻറ്റിൽ ദ ട്രാൻസാക്ഷൻ I റിലീസസ് ഓർ അൺലോക്സ് ദി ലോക്ക് ഓൺ ഒബ്ജക്റ്റ് X. അപ്പോൾ എക്സ്ക്ലൂസീവ് മോഡിൽ നമുക്ക് റീഡും ചെയ്യാം റൈറ്റും ചെയ്യാം. റീഡ് ആൻഡ് റൈറ്റ് ബോത്ത് ആർ അലൗഡ് ഇൻ എക്സ്ക്ലൂസീവ് മോഡ്. ആൻഡ് ഒരു ട്രാൻസാക്ഷൻ എക്സ്ക്ലൂസീവ് മോഡിൽ ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്താൽ അത് അൺലോക്ക് ചെയ്യുന്നത് വരെ വേറെ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഷെയർഡ് ലോക്കിൽ അങ്ങനെയല്ല. ഷെയർഡ് മോഡിൽ ഒരു ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്താലും വേറെ ട്രാൻസാക്ഷന് സെയിം ഒബ്ജക്റ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. ബട്ട് അതിന് വേറെ ഓപ്പറേഷൻസ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് റീഡ് ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇവിടെ ലോക്ക് കോമ്പാറ്റബിലിറ്റിയാണ് കൊടുത്തേക്കുന്നത്. എസ് എന്ന് പറയുന്നത് ഷെയർഡും എക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് മോഡാണ്. ഇപ്പോൾ രണ്ട് ട്രാൻസാക്ഷൻ ഒരു ഒബ്ജക്റ്റിനെ ഷെയർഡ് മോഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ലോക്കും ഷെയർഡ് ലോക്കാണെങ്കിൽ, രണ്ട് ട്രാൻസാക്ഷനും ഷെയർഡ് ലോക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യാൻ പറ്റും. അല്ല ഒന്ന് ഷെയർഡ് ഒന്ന് എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ ഒന്ന് എക്സ്ക്ലൂസീവ് ഒന്ന് ഷെയർഡ്, അല്ലെങ്കിൽ രണ്ടും എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്കവിടെ ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഗ്രാൻഡിങ് ഓഫ് ലോക്സ്, എങ്ങനെയാണ് ലോക്സ് ഗ്രാൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൻ എ ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് എ ലോക്ക് ഓൺ എ ഡേറ്റ ഐറ്റം ഇൻ എ പെർട്ടിക്കുലർ മോഡ് ആൻഡ് നോ അതർ ട്രാൻസാക്ഷൻ ഹാസ് എ ലോക്ക് ഓൺ ദ സെയിം ഡേറ്റ ഐറ്റം ഇൻ എ കോൺഫ്ലിക്റ്റിംഗ് മോഡ്, the lock can be granted. Sometimes a transaction may be starved. We can avoid starvation of transaction by granting locks in the following manner. ഇപ്പോൾ നമുക്ക് ലോക്ക് ഗ്രാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്നത് ഒരു ഡേറ്റ ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഇതുവരെ Aക്ക് ആരും റിക്വസ്റ്റ് കൊടുത്തില്ല, ഏതൊരു ട്രാൻസാക്ഷനും Aനെ റിക്വസ്റ്റ് ചെയ്തില്ല. അപ്പോൾ TI എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റാബേസ് മാനേജർ, കൺകറൻസി മാനേജർ നോക്കും ഇതിന് ഓൾറെഡി ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന്. റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ ലോക്ക് TIക്ക് തന്നെ കൊടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം വന്നത് ആരാണോ അവർക്ക് ലോക്ക് കൊടുക്കും. ആൻഡ് ഈ ഒരു ലോക്കിംഗ് മെത്തേഡിൽ ചിലപ്പോൾ ചില ട്രാൻസാക്ഷൻസ്
സ്റ്റാർവ് ചെയ്യും. ബിക്കോസ് അത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇൻഫിനിറ്റി അത് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിന് ലോക്ക് കിട്ടൂല. അത് ആ ഒരു ഇതാണ് സ്റ്റാർവേഷൻ എന്ന് പറയുന്നത്. സോ സംടൈംസ് ട്രാൻസാക്ഷൻ സ്റ്റാർവേഷനിലോട്ട് പോവും. അപ്പോൾ സ്റ്റാർവേഷൻ അവോയ്ഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്ക് കൊടുക്കുമ്പോൾ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ആ ഒരു ഒബ്ജക്റ്റിൽ ലോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ആ ഒരു ഒബ്ജക്റ്റിനെ വേറെ എന്തെങ്കിലും ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ലോക്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇനി ലോക്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് മുന്നേ അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് രണ്ടും അല്ല എങ്കിൽ പുതിയതായിട്ട് വന്ന റിക്വസ്റ്റിന് നമുക്ക് ലോക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഗ്രാൻഡിങ് ഓഫ് ലോക്ക്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ 1 ആദ്യം ബീനെ ലോക്ക് ചെയ്തു, അത് റീഡ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, റൈറ്റ് ചെയ്തു, പിന്നെ അൺലോക്ക് ചെയ്തു. അൺലോക്ക് ചെയ്താൽ പിന്നെ അടുത്ത് വേറെ ട്രാൻസാക്ഷന് എനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എനെ ലോക്കാക്കി, എ റീഡ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു, റൈറ്റ് ചെയ്തു, അൺലോക്കാക്കി. ട്രാൻസാക്ഷൻ 2 ആദ്യം എനെ ലോക്കാക്കി, റീഡാക്കി, അൺലോക്കാക്കി, പിന്നെ ബീനെ ലോക്കാക്കി, റീഡാക്കി, അൺലോക്കാക്കി, പിന്നെ ഡിസ്പ്ലേ A+Bയും ചെയ്തു. ഇങ്ങനെയാണ് നമ്മൾ ലോക്കിംഗ് ഒക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇത് കൺകറൻസി കൺട്രോൾ മാനേജർ ലോക്കിംഗ് ഗ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രമാണ്. ആദ്യം T1 ബി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ വേറെ റിക്വസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്ക് ഗ്രാൻഡ് ചെയ്തു കൺകറൻസി മാനേജർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബി അൺലോക്ക് ചെയ്തു. ട്രാൻസാക്ഷൻ 1 ബീനെ അൺലോക്ക് ചെയ്തു. പിന്നെ ട്രാൻസാക്ഷൻ 2 എ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. വേറെ റിക്വസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് ചെയ്യുന്നു, അൺലോക്ക് ചെയ്യുന്നു. പിന്നെ ബി ലോക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നു, ബിയും ഗ്രാൻഡ് ആക്കി. പിന്നെ ബി അൺലോക്ക് ആക്കി. അത് കഴിഞ്ഞിട്ട് ട്രാൻസാക്ഷൻ 1 എ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, അതും ഗ്രാൻഡ് ആക്കി. ഇനി ഇതിൽ 2 ഫേസ് ലോക്കിംഗ് ഉണ്ട്. 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 2PL പ്രോട്ടോക്കോളാണ്. ഇതിൽ 2 ഫേസസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്രോയിങ് ഫേസും സെക്കൻഡ് വൺ ഷ്രിങ്കിങ് ഫേസാണ്. ഈ ഗ്രോയിങ് ഫേസിൽ ഒരു ട്രാൻസാക്ഷന് ലോക്സ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഗ്രോയിങ് ഫേസ് ആണെങ്കിൽ ട്രാൻസാക്ഷന് ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ലോക്ക് ഇടാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനി എല്ലാത്തിനും ലോക്ക് ഇട്ടിട്ട് ഫൈനലായിട്ട് ലോക്ക് ഇടത്തില്ലേ, ഫൈനൽ ലോക്കിൻ്റെ പേരാണ് ലോക്കിംഗ് പോയിൻ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എൻഡ് ഓഫ് ഗ്രോയിങ് ഫേസ് എന്നും പറയാം. ഇനി ഷ്രിങ്കിങ് ഫേസിൽ നമുക്ക് ലോക്ക് ഇടാൻ പറ്റത്തില്ല, ലോക്ക് റിലീസ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് 2 ഫേസ് ലോക്കിംഗ്. 2 ഫേസാണ് ഉള്ളത്, ഗ്രോയിങ് ഫേസ് ഉണ്ട്, ഷ്രിങ്കിങ് ഫേസ് ഉണ്ട്. ഗ്രോയിങ് ഫേസിൽ നമുക്ക് ലോക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഷ്രിങ്കിങ് ഫേസിൽ നമുക്ക് ലോക്ക് റിലീസ് ചെയ്യാൻ പറ്റും, ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇനീഷ്യലി എല്ലാ ട്രാൻസാക്ഷനും ഗ്രോയിങ് ഫേസിലായിരിക്കും. ആൻഡ് അതിനാവശ്യമുള്ള ഡേറ്റ ഒബ്ജക്റ്റിനൊക്കെ ലോക്ക് ചെയ്തിട്ട് ലോക്ക്സ് അക്വയർ ചെയ്യാൻ പറ്റും. ആൻഡ് വൺസ് ലോക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഷ്രിങ്കിങ് ഫേസിലോട്ട് പോവും. ആൻഡ് ഷ്രിങ്കിങ് ഫേസിൽ പോയാൽ പിന്നെ ലോക്ക് റിക്വസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം T1 എ ലോക്ക് ചെയ്തു, ബി ലോക്ക് ചെയ്തു, പിന്നെ അൺലോക്ക് എ, അൺലോക്ക് ബി, ഇങ്ങനെയാണ് പോകുന്നത്. ഇതിൽ ഈ സ്റ്റെപ്പ് 0 to 2 വരെ ഉള്ളത് ഗ്രോയിങ് ഫേസാണ്. പിന്നെ 4 to 6 വരെ ഉള്ളത് ഷ്രിങ്കിങ് ഫേസാണ്. നടുക്കുള്ള ഈ ഒരു 3 ഇല്ലേ, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോക്ക് പോയിൻ്റ് ആണ്. പിന്നെ അടുത്ത് T2 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രോയിങ് ഫേസ് സ്റ്റെപ്പ് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 to 5 വരെ ഇതിൻ്റെ ഗ്രോയിങ് ഫേസ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് ലോക്ക് പോയിൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് 7 to 8 അതിൻ്റെ ഷ്രിങ്കിങ് ഫേസ് ആണ്. ഈ 2 ഫേസ് ലോക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഡെഡ് ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് ലോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ 1 എന്നെടുക്കാം, T1 എന്നെടുക്കാം. അത് എനെ എക്സ്ക്ലൂസീവ് മോഡിൽ ലോക്ക് ചെയ്തു. എക്സ്ക്ലൂസീവ് മോഡിൽ ലോക്ക് ചെയ്താൽ അതിനെ വേറൊരു ട്രാൻസാക്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ട്രാൻസാക്ഷൻ 2 ഒബ്ജക്റ്റ് ബീനെ ലോക്ക് ചെയ്തു, എക്സ്ക്ലൂസീവ് മോഡിൽ ലോക്ക് ചെയ്തു. ഓക്കെ, T2 ബീനെ ലോക്ക് ചെയ്തു, T1 എനെ ലോക്ക് ചെയ്തു. ഇനി T1ന് ഈ ഒരു ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ ബി വേണം. അതേപോലെ T2ന് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി നടക്കണമെങ്കിൽ എ വേണം. ബട്ട് T1ന് ബി കിട്ടൂല, ബിക്കോസ് ബി ഈസ് ഓൾറെഡി ലോക്ക്ഡ് ബൈ T2. അതേപോലെ T2ന് എ കിട്ടൂല, ബിക്കോസ് എ ഈസ് ഓൾറെഡി ലോക്ക്ഡ് ബൈ T1. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് പ്രോസസ്സ് ഒന്നും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് നടക്കണമെങ്കിൽ ലോക്ക് അൺലോക്ക് ആവണമെങ്കിൽ അവിടെ ഓപ്പറേഷൻസ് നടക്കണ്ടേ. അപ്പോൾ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇതാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ആയിട്ട് പോകണം, എന്നാലേ ഡെഡ് ലോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ആൻഡ് ഇങ്ങനെ നമ്മൾ 2 ഫേസ് ലോക്കിംഗ് ചെയ്യുമ്പോൾ അതിൽ കാസ്കാഡിങ് റോൾ ബാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഫേസ് ലോക്കിങ്ങിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ട് സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിംഗ് പ്രോട്ടോക്കോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ് സെയിം ആണ്, വർക്കിംഗ് എല്ലാം സെയിം ആണ്. ബട്ട് നമ്മൾ നോർമൽ 2 ഫേസ് ലോക്കിങ്ങിൽ എന്ത് ചെയ്യും, ആദ്യം ഗ്രോയിങ് ഫേസ് അതിൽ നമുക്ക് ലോക്ക് ഇടാൻ പറ്റും, പിന്നെ സ്ട്രിങ്ങിങ് ഫേസ് അതിൽ ലോക്ക് റിലീസ് ചെയ്യാൻ പറ്റും. സ്ട്രിങ്ങിങ് ഫേസിൽ വന്നാൽ തന്നെ ലോക്കൊക്കെ റിലീസായി പോയിക്കോളും. ബട്ട് സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ്ങിൽ ആദ്യം ലോക്കെല്ലാം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് സെയിം ഗ്രോയിങ് ഫേസിലാണ്. ബട്ട് നമ്മൾ ലോക്സ് ഒക്കെ അൺലോക്ക് ചെയ്യുന്നത് കമ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ലോക്സ് എല്ലാം അൺലോക്ക് ചെയ്ത് വിടുന്നത്. അതാണ് സ്ട്രിക്റ്റ് 2 ഫേസ് ലോക്കിങ്ങിനും 2 ഫേസ് ലോക്കിങ്ങിനും ഉള്ള ഡിഫറൻസ്. ഇനി ഈ ലോക്കിങ് നമ്മൾ ടേബിളിന് ലോക്ക് ചെയ്യാം. കംപ്ലീറ്റ് നമ്മൾ ഡേറ്റാബേസ് ചെയ്യുമ്പോൾ ഒരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അങ്ങനെ ഫുൾ ടേബിൾ ലോക്ക് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ ഈ ടേബിളിലുള്ള ഇങ്ങനെ ഓരോ ആട്രിബ്യൂട്ട്സ് മാത്രം നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ റോസും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ലോക്കിംഗ്. ഇനിയുള്ളത് ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ്സ് ആണ്. കൺകറൻസി കൺട്രോൾ ബേസ്ഡ് ഓൺ ടൈം സ്റ്റാമ്പിംഗ് ഓർഡർ. ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ലോക്ക് ചെയ്തു, ഓരോ ഒബ്ജക്റ്റിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഓപ്പറേഷൻ തീരുമ്പോൾ മാത്രം അതിനെ അൺലോക്ക് ചെയ്ത് വിട്ടു. ബട്ട് അതിൽ ഡെഡ് ലോക്കൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ സ്റ്റാർവേഷനും പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. ഇതുപോലെ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസാക്ഷൻ ഒരു കംപ്ലീറ്റ് ടേബിളിനെ ലോക്ക് ചെയ്ത് വെച്ചാൽ അതിലുള്ള വേറെ ഓരോ ഒബ്ജക്ട്സിനെയും വേറെ ട്രാൻസാക്ഷന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ലോക്കിംഗ് മെത്തേഡ്സിൽ കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ്സിലോട്ട് വന്നു. ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ടൈം കൊടുക്കും. ടൈം ബേസ്ഡിലായിരിക്കും ഇതിൻ്റെ എക്സിക്യൂഷൻ എല്ലാം നടക്കുന്നത്. ഇതാണ് മോസ്റ്റ് കോമൺലി മെത്തേഡ് ടൈം സ്റ്റാമ്പിംഗ് ഓർഡറിങ്. ഇനി ടൈം സ്റ്റാമ്പ് ഓർഡറിൽ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഓരോ ഫിക്സഡ് ടൈം സ്റ്റാമ്പ് കൊടുക്കും. ആ ടൈം സ്റ്റാമ്പ് നമ്മൾ TS എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ TI ആണെങ്കിൽ ടൈം സ്റ്റാമ്പ് TS/TI ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ടൈം സ്റ്റാമ്പ് അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ TIന് നമ്മൾ ഒരു ടൈം സ്റ്റാമ്പ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു ട്രാൻസാക്ഷൻ വരിക, TJ സിസ്റ്റത്തിലോട്ട് വരിക. അപ്പോൾ TJക്ക് നമ്മളൊരു ടൈം സ്റ്റാമ്പ് കൊടുക്കത്തില്ലേ, ആ ഒരു ടൈം സ്റ്റാമ്പ് TIനേക്കാളും വലുതായിരിക്കും. ആദ്യം ഏതാണോ വന്നത് അതിൻ്റെ ടൈം സ്റ്റാമ്പാണ് എപ്പോഴും സ്മോളർ ആയിരിക്കുന്നത്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ടൈം സ്റ്റാമ്പ് ലാർജറായിരിക്കും. ഇനി ഈ ടൈം സ്റ്റാമ്പ് നമുക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് മെത്തേഡ്സൊക്കെ വേണ്ടേ, വെറുതെ നമുക്ക് ഓരോ ടൈംസ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം സിസ്റ്റം ക്ലോക്കിൻ്റെ വാല്യൂ നമുക്ക് ടൈം സ്റ്റാമ്പായിട്ട് കൊടുക്കാം. ഈ ട്രാൻസാക്ഷൻ ടൈം സ്റ്റാമ്പ് ഇസ് ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദ ക്ലോക്ക് വെൻ ദ ട്രാൻസാക്ഷൻ എൻറ്റേഴ്സ് ദ സിസ്റ്റം. ആ സിസ്റ്റമിൽ എൻ്റർ ചെയ്യുമ്പോൾ ക്ലോക്കിൻ്റെ ടൈം ഏതാണോ, സിസ്റ്റം ക്ലോക്കിൻ്റെ ടൈം ഏതാണോ അതെടുത്ത് നമ്മൾ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പായിട്ട് കൊടുക്കും. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ലോജിക്കൽ കൗണ്ടർ യൂസ് ചെയ്യുന്നതാണ്. ലോജിക്കൽ കൗണ്ടർ യൂസ് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോഴും അതിൻ്റെ വാല്യൂ 1 വെച്ച് ഇൻക്രീസ് ആവും. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ ടൈം സ്റ്റാമ്പായിട്ട് ട്രാൻസാക്ഷൻസിന് കൊടുക്കും. ഇങ്ങനെ ഈ 2 മെത്തേഡ്സിൽ നമുക്ക് ടൈം സ്റ്റാമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മാത്രമല്ലാതെ നമ്മൾ റൈറ്റ് ടൈം സ്റ്റാമ്പ്, റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് വേറെ 2 ടൈം സ്റ്റാമ്പും കൂടി കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുമ്പോൾ ഡിനോട്ട്സ് എ ലാർജസ്റ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എനി ട്രാൻസാക്ഷൻ ദാറ്റ് എക്സിക്യൂട്ടഡ് റൈറ്റ് ഓപ്പറേഷൻ സക്സസ്ഫുള്ളി. റൈറ്റ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത ലേറ്റസ്റ്റ് ഏതാണോ അതായിരിക്കും റൈറ്റ് ടൈം സ്റ്റാമ്പ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ്. ഇനി റീഡ് ടൈം സ്റ്റാമ്പ് ലാസ്റ്റായിട്ട് ഏത് ട്രാൻസാക്ഷനാണോ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് റീഡ് ചെയ്തത് അതിൻ്റെ ടൈം സ്റ്റാമ്പ് ആയിരിക്കും റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിപ്പോൾ റീഡ് ഓപ്പറേഷൻസും ചെയ്യാം, റൈറ്റ് ഓപ്പറേഷനും ചെയ്യാം. അപ്പോൾ ആദ്യം റീഡിൻ്റെ റൂൾസ് നോക്കാം. സപ്പോസ് ട്രാൻസാക്ഷൻ TI ഇഷ്യൂസ് റീഡ്. ട്രാൻസാക്ഷൻ TIയെ റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ പോവാമെന്ന് വയ്ക്കാം. If timestamp of TI less than write timestamp of Q, then TI needs to read a value of Q that was already overwritten. Hence the read operation is rejected and TI is rolled back. ഇപ്പോൾ TI ഒരു റീഡ് ചെയ്യാൻ പോവാണ്. Q എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ TI റീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം TIൻ്റെ ടൈം സ്റ്റാമ്പ് നോക്കണം, ഈ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് നോക്കണം. അതാണ് TS/TI. സെക്കൻഡ് വൺ ആ ഒബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ ഇത് Q അല്ലേ റീഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ Qൻ്റെ റൈറ്റ് ടൈം സ്റ്റാമ്പ് നോക്കണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും ലെസ്സർ ആണെങ്കിൽ അവിടെ ആ ഓപ്പറേഷൻ നടക്കത്തില്ല, അത് റോൾ ബാക്കായി പോവും. ഓക്കെ, ബിക്കോസ് ഇത് നമ്മളിപ്പോൾ റീഡ് ചെയ്യാൻ പോകുന്ന വാല്യൂ ഓൾറെഡി ആരോ ഓവർ റിട്ടേൺ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിന് റീഡ് ചെയ്യത്തില്ല, റിജക്റ്റായി റോൾ ബാക്ക് ആവും. ഇനി
ഈ ടൈം സ്റ്റാമ്പ് ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ റീഡ് ഓപ്പറേഷൻസ് നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം മാത്രം നോക്കിയാൽ മതി. ആദ്യം ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും ലെസർ ആണെങ്കിൽ ഓപ്പറേഷൻ നടക്കത്തില്ല, റോൾ ബാക്ക് ആവും. അല്ലാത്ത കേസിൽ ഓപ്പറേഷൻ നടക്കും. ഇനി റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ നോക്കാനുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ്റെ ടൈം റീഡ് ടൈം സ്റ്റാമ്പിനേക്കാളും ലെസർ ആണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നടക്കത്തില്ല, റൈറ്റിംഗ് നടക്കത്തില്ല, അപ്പോൾ റോൾ ബാക്കായി പോകണം. അല്ലാത്ത കേസിൽ ഇപ്പോൾ ട്രാൻസാക്ഷൻ്റെ ടൈം ലെസ് ദാൻ റൈറ്റ് ടൈം സ്റ്റാമ്പ് ആണെങ്കിലും ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ നടക്കത്തില്ല, അതും റിജക്റ്റായി പോവും. ഈ രണ്ട് കണ്ടീഷനും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഓപ്പറേഷന് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻ നോക്കണം, റൈറ്റ് ചെയ്യുമ്പോഴും രണ്ട് കണ്ടീഷൻ നോക്കണം. റൈറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ്റെ ടൈം സ്റ്റാമ്പ് റീഡ് ടൈം സ്റ്റാമ്പിനേക്കാളും ലെസർ ആണോ എന്ന് നോക്കണം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ട്രാൻസാക്ഷൻ്റെ ടൈം ലെസ് ദാൻ റൈറ്റ് ടൈം സ്റ്റാമ്പോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, റോൾ ബാക്ക് ചെയ്യണം. ഇനി ഈ രണ്ട് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ, ഇത് രണ്ടും ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ റോൾ ബാക്ക് ചെയ്ത് വിടുമ്പോൾ ഓരോ ട്രാൻസാക്ഷനും പുതിയ ടൈം സ്റ്റാമ്പ് കിട്ടും ആൻഡ് അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ആൻഡ് ടൈം സ്റ്റാമ്പ് പ്രോട്ടോക്കോൾ കോൺഫ്ലിക്റ്റ് സീരിയലൈസബിലിറ്റി എൻഷുർ ചെയ്യും. ആൻഡ് ഇത് ഫ്രീഡം ഫ്രം ഡെഡ് ലോക്ക് ആണ്. ഇറ്റ് എൻഷുർസ് ഫ്രീഡം ഫ്രം ഡെഡ് ലോക്ക് സിൻസ് നോ ട്രാൻസാക്ഷൻ എവർ വെയിറ്റ്സ്. നമ്മളിങ്ങനെ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷനും ഫോർ എവർ വെയിറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡെഡ് ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഡെഡ് ലോക്ക് എന്താണെന്ന് നോക്കാം. ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് ഡേറ്റാബേസിലുള്ള ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ആണ്. അതിൽ 2 or more ട്രാൻസാക്ഷൻ ഇൻഡെഫിനിറ്റ്ലി വെയിറ്റ് ചെയ്യും ഫോർ വൺ അനദർ ടു ഗിവ് അപ്പ് ലോക്സ്. ഫോർ എക്സാമ്പിൾ, ഈ T1 ഓപ്പറേഷൻ സ്റ്റുഡൻറ്റിനെ ലോക്ക് ചെയ്തു, T2 ഓപ്പറേഷൻ ഗ്രേഡിനെ ലോക്ക് ചെയ്തു. ബട്ട് T1 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിന് ഗ്രേഡ് വേണം, ആൻഡ് T2 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻറ്റ് വേണം. അപ്പോൾ ഇത് രണ്ടും ഇൻഡെഫിനിറ്റ്ലി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് ഡെഡ് ലോക്ക്. ഇനി ഡെഡ് ലോക്ക് ഹാൻഡിൽ ചെയ്യാൻ വന്നിട്ട് നമുക്ക് 3 മെത്തേഡ്സ് ആണുള്ളത്: ഡെഡ് ലോക്ക് അവോയ്ഡൻസ്, ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. ലോക്ക്സ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ലോക്ക് കൊടുത്താൽ നമുക്ക് ഡെഡ് ലോക്ക് വരുമോ എന്ന് ചെക്ക് ചെയ്തിട്ട് സേഫ് ആണെങ്കിൽ മാത്രം ലോക്ക് കൊടുക്കും. സേഫ് ആണെങ്കിൽ മാത്രം ലോക്ക് കൊടുക്കും. അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് ഡിലേ ചെയ്യും അല്ലെങ്കിൽ ഡിനൈറ്റ് ചെയ്യും. അതാണ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ്. ഇനി ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ഉണ്ട്. ഡെഡ് ലോക്ക് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫാണ് യൂസ് ചെയ്യുന്നത്. ആ ഗ്രാഫിൻ്റെ പേര് വെയിറ്റ് ഫോർ ഗ്രാഫാണ്. വെയിറ്റ് ഫോർ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ഡെഡ് ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് ഓരോ ട്രാൻസാക്ഷനും ഓരോ നോഡാണ്. ആൻഡ് അത് വേറെ ട്രാൻസാക്ഷൻ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇതെടുക്കുമ്പോൾ T1 സ്റ്റുഡൻറ്റിനെ ഹോൾഡാക്കി ആൻഡ് T2 ഗ്രേഡിനെ ഹോൾഡാക്കി. അപ്പോൾ T1 ഒരു നോഡായിട്ട് എടുത്തു, T2 ഒരു നോഡായിട്ട് എടുത്തു. ഇപ്പോൾ T1ന് T2യുടെ ഗ്രേഡ് വേണം ആൻഡ് T2ന് T1ൻ്റെ ഗ്രേഡ് വേണം. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ഫോം ആയില്ലേ. ഇപ്പോൾ ഇതിൽ ഡെഡ് ലോക്ക് ഉണ്ട്. ഇങ്ങനെ സൈക്കിൾ ഫോം ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഇല്ല. അതാണ് മീനിങ്. ഇനി ഡെഡ് ലോക്ക് പ്രിവെൻഷൻ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെയിറ്റ് വൂണ്ട് ഡൈ സ്കീമും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെഡ് ലോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്കീംസാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഡൈ സ്കീമും വൂണ്ട് വെയിറ്റ് സ്കീമുമാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഡൈ സ്കീം എടുക്കാം. TI TJ ഇങ്ങനെ 2 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ ഏതോ ഒരു ട്രാൻസാക്ഷൻ ഒരു റിസോഴ്സിനെ ലോക്ക് ചെയ്ത് വെച്ചോ ആൻഡ് വേറൊരെണ്ണം വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസിൽ ഫോളോയിങ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. TI ആണ് ആദ്യം വന്നത്, TJ ആണ് ലാസ്റ്റായിട്ട് വന്നത്. ബട്ട് TJ ആണ് ഒരു ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, Aനെ TJ ലോക്ക് ചെയ്ത് വെച്ചു എന്ന് വെക്കാം. ആ ഒരു കേസിൽ TI വെയിറ്റ് ചെയ്യും. എങ്ങർ ട്രാൻസാക്ഷനാണ് ലോക്കിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ഓൾഡർ ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങർ ട്രാൻസാക്ഷൻ എപ്പോഴാണോ അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ TI ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യും. ഇതാണ് വെയിറ്റ് ആൻഡ് ഡൈയിലെ ഫസ്റ്റ് കണ്ടീഷൻ. എങ്ങർ 1 ആണ് അതിനെ ഹോൾഡ് ചെയ്തേക്കുന്നതെങ്കിൽ, എങ്ങർ 1 ആണ് ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതെങ്കിൽ ഓൾഡർ 1 വെയിറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് കേസിൽ ഓൾഡർ ട്രാൻസാക്ഷനാണ് ഒരു ലോക്കിനെ വെച്ചേക്കുന്നത് ആൻഡ് എങ്ങർ ട്രാൻസാക്ഷൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെക്കാം. ആ ഒരു കേസിൽ എങ്ങർ ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യത്തില്ല. എങ്ങർ ട്രാൻസാക്ഷനെ ഓൾഡർ ട്രാൻസാക്ഷൻ കില്ല് ചെയ്യും ആൻഡ് എങ്ങർ ട്രാൻസാക്ഷൻ വീണ്ടും അതിൻ്റെ ഇത് റീസ്റ്റാർട്ട് ചെയ്ത് വരും.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ഓൾഡർ ട്രാൻസാക്ഷൻ ഹാസ് ഹെൽഡ് സം റിസോഴ്സ് ആൻഡ് ദ യങ്ങർ ട്രാൻസാക്ഷൻ വെയിറ്റ്സ് ഫോർ ദ റിസോഴ്സ്, ദ യങ്ങർ ട്രാൻസാക്ഷൻ ഇസ് കിൽഡ് ആൻഡ് റീസ്റ്റാർട്ടഡ് വിത്ത് വെരി മിനിറ്റ് ഡിലേ വിത്ത് ദ സെയിം ടൈം സ്റ്റാമ്പ്. This scheme allows the older transaction to wait but kills the younger one. അതാണ് വെയിറ്റ് ആൻഡ് ഡൈ സ്കീം. അപ്പോൾ ആദ്യം യങ്ങർ വൺ ആണ് റിസോഴ്സ് വെച്ചേക്കുന്നതെങ്കിൽ ഓൾഡർ വൺ വെയിറ്റ് ചെയ്യും. ബട്ട് ഓൾഡർ വൺ ആണ് റിസോഴ്സ് വെച്ചേക്കുന്നതെങ്കിൽ യങ്ങർ വണ്ണ് ഡൈ ആവും, കില്ല് ചെയ്യും. യങ്ങർ വണ്ണ് റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇതാണ് വെയിറ്റ് ആൻഡ് ഡൈ സ്കീം. ഇനി വൂണ്ട് വെയിറ്റ് സ്കീം ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇഫ് older transaction request for a resource which is held by the younger transaction, then older transaction forces younger one to kill the transaction and release the resource. Okay, അപ്പോൾ ഓൾഡർ ട്രാൻസാക്ഷൻ വൂണ്ട് വെയിറ്റ് സ്കീമിൽ ഓൾഡർ ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, യങ്ങർ ട്രാൻസാക്ഷൻ്റെ അടുത്ത് റിസോഴ്സ് ഉണ്ടെന്ന് വെക്കാം. ആ ഒരു കേസിൽ ഈ ഓൾഡർ ട്രാൻസാക്ഷൻ യങ്ങർ ട്രാൻസാക്ഷനെ ഫോഴ്സ് ചെയ്യും ടു കിൽ ദ ട്രാൻസാക്ഷൻ ആൻഡ് ഓൾഡർ വൺ അതിനെ കണ്ടിന്യൂ ചെയ്യും. യങ്ങർ വണ്ണ് കില്ലാവും. യങ്ങർ വണ്ണ് ഓൾഡർ ട്രാൻസാക്ഷൻ ഫോഴ്സസ് യങ്ങർ വൺ ടു കിൽ ദ ട്രാൻസാക്ഷൻ ആൻഡ് റിലീസ് ദ റിസോഴ്സ്. ഇനി സെക്കൻഡ് കേസ്, ഇപ്പോൾ ഓൾഡർ ട്രാൻസാക്ഷൻ ആണ് റിസോഴ്സ് വെച്ചേക്കുന്നതെങ്കിൽ യങ്ങർ ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യും. അതാണ് വെയിൻ ടു വുണ്ട് സ്കീം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ്സ്, കൺകറൻസി കൺട്രോൾ വിത്ത് ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ്സ്. ഇനിയുള്ളത് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡാണ്. ഇനി തേർഡ് വൺ ആണ് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ്സ് ഫോർ കൺകറൻസി കൺട്രോൾ. ഈ മെത്തേഡിൽ ആക്ച്വലി ഒരു അസംഷനിലാണ് വർക്ക് ആവുന്നത്. നമ്മൾ ഒരു അസംഷൻ കൊണ്ടുവരും ദാറ്റ് conflicts of database operations are rare and it is better to let transaction run to completion and only check for conflicts before they commit. ഇതിൽ നമ്മൾ കൊണ്ടുവരുന്ന അസംഷൻ ആണ് ഓപ്പറേഷൻ കോൺഫ്ലിക്ട്സ് വരാനുള്ള ചാൻസ് റെയർ ആണ്. പിന്നെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത് കമ്മിറ്റ് വരെ നമ്മൾ അതിനെ റൺ ചെയ്യിപ്പിക്കും. അത് എക്സിക്യൂട്ട് ആകുമ്പോൾ അതിൽ നമ്മൾ ഒരു വാലിഡേഷനും ഒന്നും കൊണ്ടുവരത്തില്ല. ലൈക്ക് വാലിഡേഷൻ മീൻസ് അതിൽ നമ്മൾ ഒന്നും ചെക്ക് ചെയ്യത്തില്ല, അത് ഫുള്ളി റൺ ആവാൻ അലോ ചെയ്യും. ഒപ്റ്റിമിസ്റ്റിക് കൺകറൻസി മെത്തേഡിനെ നമ്മൾ വാലിഡേഷൻ ഓർ സർട്ടിഫിക്കേഷൻ മെത്തേഡ് എന്നും പറയും. ആൻഡ് ഇതിൽ നോ ചെക്കിംഗ് ഇസ് ഡൺ വൈൽ ദ ട്രാൻസാക്ഷൻ ഇസ് എക്സിക്യൂട്ടിംഗ്. ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് ഡസ് നോട്ട് റിക്വയർ ലോക്കിംഗ് ഓർ ടൈം സ്റ്റാമ്പിംഗ് ടെക്നിക്സ്. ഇൻസ്റ്റെഡ് എ ട്രാൻസാക്ഷൻ ഇസ് എക്സിക്യൂട്ടഡ് വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് അൺടിൽ ഇറ്റ് ഈസ് കമ്മിറ്റഡ്. ഇതിൽ നമ്മൾ ലോക്ക് ഇടുന്ന പോലെയോ അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പിംഗ് മെത്തേഡ് വെച്ചിട്ട് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്ന പോലെയോ ഒന്നുമില്ല. ഇൻസ്റ്റെഡ് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ റൺ ചെയ്യിപ്പിക്കും. ആൻഡ് കമ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ്സിലാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ 3 ഫേസസിലൂടെയാണ് പോകുന്നത്. ഫസ്റ്റ് ഫേസ് റീഡ് ഫേസ്, സെക്കൻഡ് വൺ വാലിഡേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഫേസ്, ആൻഡ് തേർഡ് ഫേസസ് റൈറ്റ് ഫേസ്. ഇതിൽ റീഡ് ഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഡേറ്റാബേസിൽ നിന്ന് ഒബ്ജക്ട്സ് ഒക്കെ റീഡ് ചെയ്ത് എടുക്കും ആൻഡ് അതിന് ആവശ്യമുള്ള കമ്പ്യൂട്ടേഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. ആൻഡ് അത് അപ്ഡേറ്റ് ചെയ്യുന്നതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോപ്പി, പ്രൈവറ്റ് കോപ്പി ആക്കി എടുത്ത് വെക്കും. സോ ദാറ്റ് അതർ ട്രാൻസാക്ഷൻസ് ഇത് വെച്ച് അഫക്റ്റ് ആവത്തില്ല. അതുകൊണ്ട് ഇത് റീഡ് ചെയ്ത് എടുത്തിട്ട് ചെയ്യുന്ന അപ്ഡേഷൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയലിൽ കോപ്പി ചെയ്ത് വെക്കും. അതാണ് റീഡ് ഫേസ്. ബിക്കോസ് നമ്മളിപ്പോൾ ഡേറ്റാബേസിൽ തന്നെ റൈറ്റ് ചെയ്താൽ അത് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ അഫക്റ്റ് ചെയ്യത്തില്ല. അത് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് ഫയലിൽ ഇതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് റീഡ് ഫേസ്. ഇനി വാലിഡേഷൻ ഓർ സർട്ടിഫിക്കേഷൻ ഫേസിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യും. ഇതിപ്പോൾ കൊണ്ടുവന്ന ചേഞ്ചസ് എല്ലാം വാലിഡേറ്റ് ചെയ്യും. അത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, കൺസിസ്റ്റൻസി അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആൻഡ് വാലിഡേഷൻ പോസിറ്റീവ് ആണെങ്കിലും മാത്രം നമ്മൾ റൈറ്റ് ഫേസിലോട്ട് പോകും. ഇപ്പോൾ വാലിഡേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്ത ചേഞ്ചസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് മീനിങ്. അപ്പോൾ വാലിഡേഷൻ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളതിനെ റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ തേർഡ് ഫേസ് ആണ് റൈറ്റ് ഫേസ്. റൈറ്റ് ഫേസിൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ചേഞ്ചസ് എല്ലാം ഡേറ്റാബേസിൽ പെർമനൻ്റ് ആക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ്സ് ഫോർ കൺകറൻസി കൺട്രോൾ. ഇനി ലാസ്റ്റ് ഉള്ളത് ഡേറ്റാബേസ് റിക്കവറി മാനേജ്മെൻറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ റിക്കവറി. ഇതാണ് നമ്മൾ ട്രാൻസാക്ഷൻ ലോഗ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത്. അതിൽ കമ്മിറ്റ്, അബോട്ട്, ചെക്ക് പോയിൻ്റ് എല്ലാം കാണും. റീഡ് ഐറ്റം ആണെങ്കിൽ ദിസ് ലോഗ് എൻട്രി റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻ ടി റീസ് എ വാല്യൂ ഓഫ് ഡേറ്റാബേസ് ഐറ്റം എക്സ്. ഇതാണ് നമ്മൾ റീഡ് ചെയ്തെടുത്തതെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റൈറ്റ് ആണ് നമ്മൾ എന്താണ് റൈറ്റ് ചെയ്തത്, അതിൻ്റെ ഓൾഡ് വാല്യൂ, ന്യൂ വാല്യൂ ഇതൊക്കെ എഴുതും. പിന്നെ കമ്മിറ്റ്, അത് സക്സസ്ഫുൾ ആണോ, അബോട്ട് ആണെങ്കിൽ അത് ഫെയിൽഡ് ആണ്, സോ അബോട്ട് ചെയ്തു. ഇതൊക്കെയാണ് ആ ലോഗിൽ കാണിക്കുന്നത്. ലോഗിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ ചെയ്ത എല്ലാ ഓപ്പറേഷൻസും അതിൽ കാണും. അപ്പോൾ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നാലും ഫ്രം ദ ലോഗ് നമ്മൾ പ്രീവിയസ് കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റും.
പിന്നെ റിക്കവറി പ്രോസസ്സ് അൺഡൂയിങ്, ഡിഫേർഡ് അപ്ഡേറ്റ്, ഇമീഡിയറ്റ് അപ്ഡേറ്റ്, കാഷിംഗ് ഓർ ബഫറിങ്, ഷാഡോ പേജിങ്, ഇതൊക്കെയാണ്. ഇത് വരുമോയെന്ന് അറിയത്തില്ല. PDF ഷെയർ ചെയ്തേക്കാം. ഇതിൽ ജസ്റ്റ് എല്ലാം റീഡ് ചെയ്ത് പോയാൽ മതി. താങ്ക് യു. അപ്പോൾ ഇതോടെ മോഡ്യൂൾ 3 ഓവർ. ഇനി മോഡ്യൂൾ 4 and 5 ഇടാൻ സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല. സമയം കിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു.